Devika Pradeep J. I am from Trivandrum, studying in St. Thomas Residential School in class 9. സോ ഞാൻ BSCP പ്രോഗ്രാമിൽ ചേർന്നിട്ട് ഇപ്പം ഒരു മാസം ആവാറായി. അപ്പം ഞാൻ വീഡിയോ ക്ലാസ്സസ് ഒക്കെ കാണുന്നുണ്ട്, റെഗുലർലി കാണുന്നുണ്ട്. അപ്പം മോഡൽ എക്സാം ഞാൻ ചേർന്ന സമയത്ത് മോഡൽ എക്സാം ആയിരുന്നു നടക്കുന്നത്. അപ്പോൾ അത് എഴുതി, കുഴപ്പമില്ലാത്ത മാർക്കാണ്. അപ്പം ഞാനിപ്പം പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം എനിക്ക് ഈ ഒരു പോർഷൻസും സ്കൂളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഈസി ആയിട്ടുണ്ട്. നമുക്ക് സ്കൂളിൽ പഠിക്കുന്നത് ഒരുപാട് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം BSCP പ്രോഗ്രാമിൽ ചേർന്ന ശേഷം അതിൽ വീഡിയോ ക്ലാസ്സസിലെല്ലാം കോൺസെപ്റ്റ്സും എല്ലാം ക്ലിയർ ആണ്. അപ്പോഴത്തേക്കും നമ്മൾ സ്കൂളിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ മാർക്സ് ഒക്കെ അതേപോലെ തന്നെ എല്ലാം നല്ലതായിട്ടാണ്. പിന്നെ മാത്സും അതേപോലെ തന്നെയാണ്, എല്ലാം കൂടുതൽ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തൊരു ഡൗട്ട് ഒരു ടീച്ചറിന് ചോദിച്ചാലും അവരെപ്പോഴും അവൈലബിൾ ആണ്. BSCP പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ പറയാനുണ്ടെങ്കിൽ എല്ലാ സാറ്റർഡേയും നമുക്ക് ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അപ്പം ഏതാണോ പഠിപ്പിച്ചെടുത്ത് അതിൻ്റെ ടെസ്റ്റ് പേപ്പർ ആയിരിക്കും. അപ്പം അതൊരു കണക്കിന് നല്ലതാണ്. കാരണം നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യോ അത്രയും നമുക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകും. അതുമല്ല ആ എക്സാമിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അവൈലബിൾ ആയിട്ടുള്ള ടൈമിംഗ് ആണ്. പിന്നെ അന്ന് തന്നെ ആൻസർ ഡിസ്കഷൻ ഉണ്ട്. പിന്നെ എൻ്റെ അടുത്ത ദിവസം അതിനു വേണ്ടി ക്ലാസ് ഉണ്ട്. അപ്പം നമുക്ക് അന്ന് അറിയാൻ പറ്റും ആർക്കൊക്കെ ഫുള്ളുണ്ട്. അപ്പം അച്ഛന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ബ്രില്യൻറ്റിൻ്റെ ഈ വർഷം ആണ് എൻ്റെ മോള് BSCP എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തത്. അത് നമ്മുടെ എൻട്രൻസിൻ്റെ ഒരു പ്രിലിമിനറി ആയിട്ടാണ്. വളരെ ഇൻഫോർമേറ്റീവ് മാത്രമല്ല, അതിൽ എനിക്കും മറ്റുള്ള പ്രോഗ്രാമിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, വളരെ സിംപ്ലിഫൈഡാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ വീക്കിലി ഫോളോ അപ്സ്, പാരൻസുമായിട്ട് ഇൻട്രാക്ഷൻ എക്സലൻ്റ് ആയിട്ടുണ്ട്. ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോഴത്തേക്കും ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു.